ഇപ്പോൾ ജേക്കബ് ഫിലിപ്പ് വ്യോമയാന വിദഗ്ധൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ഫിലിപ്പ്, അപകടത്തിൽ മരണസംഖ്യ ഇപ്പോൾ 110 കഴിഞ്ഞിരിക്കുകയാണ്. വലിയൊരു ദുരന്തമായി ഇത് മാറുകയാണോ? താങ്കൾക്ക് ലഭ്യമായ വിവരങ്ങളിൽ നമുക്കൊരു സാങ്കേതികമായിട്ടുള്ള ഒരു കാരണങ്ങളോ അല്ലെങ്കിൽ എന്താണെന്ന് ഈ അപകടത്തിന് വഴിവെച്ച് എന്ന് സ്ഥിരീകരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, എല്ലാവരും പോലെ തന്നെ നമുക്ക് ആർക്കും പറയാൻ പറ്റൂലല്ലോ ഈ സമയത്ത് എന്താ പറ്റിയെന്നേ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പൊതുവായിട്ട്, അതായത് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ ഒരു വിമാനം ക്രാഷ് ചെയ്യാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണെന്ന് പറയാൻ പറ്റും. അത്രയേ ഉള്ളൂ. അത് ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്തത്, ഇത് ശരിക്കും പറഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്തിട്ട് ഒരു 600 അല്ല, എനിക്ക് 600-700 അടി പൊക്കത്തിലെത്തുകയേ ഉള്ളൂ. താഴെ വീണപ്പോൾ ജസ്റ്റ് ക്ലൈംബ് തുടങ്ങിയത്, മുകളിലേക്ക് കയറാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ വീഴണമെങ്കിൽ ഒന്നുകിൽ സ്വാഭാവികമായിട്ടും എഞ്ചിന്റെ കുഴപ്പമായിരുന്നു ആയിരിക്കണം, കാരണം ആദ്യത്തെ സാധ്യത എഞ്ചിൻ തകരാറ്. ടേക്ക് ഓഫ് ചെയ്യുന്ന ഉടനെ, അതായത് മുകളിലേക്ക് കയറാനുള്ള പവർ കൊടുക്കാതെ വരികയോ എഞ്ചിൻ നിന്നു പോവുകയോ എന്തെങ്കിലുമൊക്കെ ആകാം. അതൊന്ന്. പിന്നെ പൈലറ്റിനെ പറ്റി തെറ്റാകാം. കാര്യം ഞാൻ മുകളിലേക്ക് കയറുമ്പോൾ വിമാനത്തിന്റെ പല ഈ ഫ്ലാപ്പുകളുണ്ടല്ലോ, ചലിക്കുന്ന ഭാഗങ്ങൾ, പിറകിലൊക്കെയുള്ള, അത് പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറാനുള്ള ലിഫ്റ്റ് കിട്ടാതെ വരികയോ ഡയറക്ഷൻ മാറുകയോ എന്തെങ്കിലും ചെയ്യാം. അത് പൈലറ്റിന്റെ എററാണ്, അങ്ങനെ പറ്റാം. പിന്നെ വേറെ കാര്യമുള്ളത്, ഈ പിന്നെ പക്ഷി ഇരിക്കാം, ബേർഡ് സ്ട്രൈക്ക് ഉണ്ടാകാം. കാര്യം അഹമ്മദാബാദിലൊക്കെ സ്ഥിരം ബേർഡ് സ്ട്രൈക്ക് ഉണ്ടാകാറുള്ള ഒരു എയർപോർട്ടാണ് അഹമ്മദാബാദ്. അപ്പോൾ ഇവനെ ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ പക്ഷി ഇടിച്ചിട്ട് 2 എഞ്ചിനും തകരാറുണ്ടാകാം. പക്ഷേ ഇവിടെ ഒരു വിറ്റ്നസ്സും കണ്ടവരാരും ആ ഒരു കാര്യത്തെ പറ്റി മിണ്ടിയിട്ടില്ല, ആരും അങ്ങനെ ആരും പറഞ്ഞില്ല. അപ്പോൾ എനിക്കൊന്നും അതിനുള്ള സാധ്യത കുറവാണ്, പക്ഷി ഇടിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ വെതറാണ്. വെതർ ഭയങ്കര വിൻഡും കാറ്റും ഒക്കെ അടിച്ച് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. 6 കിലോമീറ്റർ വരെ വിസിബിലിറ്റി ഉണ്ടായിരുന്നു ആ ദിവസം. ഈ സമയത്ത് അവിടെ കാലാവസ്ഥ വലിയ കാറ്റില്ല, മൂടലും ചിലപ്പോൾ. അപ്പോൾ വെതറല്ല, കാലാവസ്ഥയല്ല കാരണം. പിന്നെ ഫ്യൂവലിൻ്റെ ഇഷ്യൂസ്. ഫ്യൂവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിമാനത്തിലെ ഉള്ള ഫ്യൂവല് ഇംപ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ അളവ് മാറിപ്പോകും. പക്ഷേ ഇവിടെ അതിനുള്ള സാധ്യതയില്ല. കാര്യം താഴെ വീണ ഉടനെ ഭയങ്കര ആളിക്കത്തുമായിരുന്നു തീ അവിടെ. അപ്പോൾ ഫ്യൂവലിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകാനും സാധ്യതയില്ല. പിന്നെ സബോട്ടേജ് ആണ്. അതായത് എന്തെങ്കിലും മനഃപൂർവ്വം ബോംബ് സ്ഫോടനം അങ്ങനെ എന്തെങ്കിലും, ഇവിടെ അതിനുള്ള സാധ്യതയില്ല. പിന്നെ വേറെന്നുള്ളത്, ടേക്ക് ഓഫ് ചെയ്ത ഉടനെ ടേക്ക് ഓഫിന് റൺവേയുടെ അടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒബ്സ്ട്രക്ഷനിൽ വിമാനം തട്ടുകയോ വേറെ ഏതെങ്കിലും ഭാഗത്തിന് കേടുപറ്റുകയോ ചെയ്താൽ ഇങ്ങനെ തന്നെ സംഭവിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും റിപ്പോർട്ട് വന്നേനെ. വിമാനത്തിൻ്റെ ടേക്ക് ഓഫ് ചെയ്ത ഉടനെ വല്ല ബിൽഡിങ്ങിലോ മരത്തിലോ എവിടെയെങ്കിലൊക്കെ വിമാനത്തിൽ പുറകെ എവിടെയെങ്കിലും തട്ടിയിട്ട് ബാലൻസ് പോയി അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഇവിടെ അത് അവസാനത്തെ വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഉണ്ടായാൽ അങ്ങനെയല്ല നമുക്ക് മനസ്സിലാവുക. ആ വീഡിയോയിൽ ഒരു കാര്യമുണ്ട്. അതായത് വിമാനം ഒരു 600 അടി എത്തിയിട്ടാണ് താഴോട്ട് പോകുന്നത്. പക്ഷെ ആ സമയത്ത് തൊട്ട് മുമ്പ് 600 അടി എത്തിയിട്ടും അതിന്റെ ലാൻഡിംഗ് ഗിയർ ഉണ്ട്, അതായത് വീലുണ്ടല്ലോ, വീലുകൾ മുകളിലേക്ക് പൊക്കിയിട്ടില്ല. ഈ സാധാരണ ഈ ഡ്രീം ലൈനർ വിമാനത്തിന് ഒരു 200-500 അടി വരെ പൊക്കത്തിലെത്തുമ്പോൾ മുമ്പ് തന്നെ വീലുകൾ മുകളിലേക്ക് എടുക്കേണ്ടതാണ്. ഇത് എടുത്തിട്ടില്ല. ഇത് എനിക്കൊന്ന് 600-700 അടി ആയിട്ട് പോലും വീലുകൾ റിട്രാക്ട് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം ഒന്നുകിൽ വിമാനത്തിന്റെ കൺട്രോളുകൾ, ഈ ഫ്ലൈറ്റ് സർഫസത്തുകൾ, ലാൻഡിംഗ് ഗിയർ, ഈ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ എന്തെങ്കിലും തകരാറുണ്ടാകാം ഒന്നുമില്ല. അതല്ലെങ്കിൽ തകരാറുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവര് വീണ്ടും ലാൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവാം. വീണ്ടും എയർപോർട്ടിലേക്ക് പോകാനുള്ള പെർമിഷൻ ചോദിച്ചിട്ട് ലാൻഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ലാൻഡിംഗ് ഗിയർ മുകളിലേക്ക് എടുക്കാതിരുന്നത്. എന്താണെങ്കിലും മാത്രമല്ല, അത് വീഴുന്ന ആ വീഡിയോയിൽ വളരെ ഒന്ന് മുകളിലേക്ക് വീണ്ടും പൊങ്ങിയിട്ട് പതുക്കെ അതേ നിലയിൽ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്, നോസ് ഡൗൺ അല്ല. വിമാനം മൂക്ക് കുറച്ച് മുകളിലേക്ക് ഉയർന്ന നിലയിൽ അതേപോലെ തന്നെ നേരെ താഴോട്ട് വീഴുക. അപ്പോൾ അത് കണ്ടാൽ നമ്മൾ ഈ സ്റ്റോളെന്ന് പറയും. വിമാനത്തിന്റെ ഈ മുകളിലേക്ക് പൊക്കുന്ന മർദ്ദം കുറഞ്ഞിട്ട് വിമാനം നേരെ താഴോട്ട് വീഴുന്ന അവസ്ഥയുണ്ടല്ലോ. പക്ഷേ ഇവിടെ സ്റ്റോൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാര്യം ഈ ചെറിയ ഹൈറ്റില് ലാൻഡിംഗ് ഗിയർ താഴെ ഇറക്കിയിരിക്കുന്നത് മാത്രം സ്റ്റോൾ ഉണ്ടായി എന്ന് പറയാനും പറ്റുകയില്ല. എനിക്ക് തോന്നുന്നത് വിമാനത്തിന് എഞ്ചിനുള്ള എന്തെങ്കിലും തകരാറാവാനാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നു. ബോയിങ്ങിന്റെ 787 ഡ്രീം ലൈനറാണ്. ഈ വിമാനങ്ങളുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അപകടം എങ്ങനെയാണ്? ഒപ്പം ഈ പൈലറ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 8200 മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് താരതമ്യം ചെയ്യാൻ കഴിയുക?
എനിക്ക് ഈ ഡ്രീം ലൈനർ അങ്ങനെ വലിയ അപകടം ഉണ്ടായിട്ടില്ലാത്തൊരു വിമാനമാണ് ഡ്രീം ലൈനർ. അപകടകാരി നമ്മൾ നേരത്തെ ഒരു ബോയിസ് 137 മാക്സ് വന്നില്ലേ, മാക്സിനുണ്ടായ ഒരു അത്രയൊന്നും അപകടം ഉണ്ടായിട്ടില്ല ഇതിന്. മാക്സ് തുടക്കകാലത്തുണ്ടായ ഒരു സീരീസ് അപകടങ്ങൾ ഉണ്ടായിരുന്നു. അത്രയൊന്നും അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി ഈ ഡ്രീം ലൈനർ ഇല്ല. ഇത് വിമാനത്തിന്റെ മൊത്തത്തിൽ ലാൻഡിംഗ് ഗിയർ മുകളിലേക്ക് എടുക്കാത്തതും വിമാനത്തിന്റെ പൊസിഷനും എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുക എഞ്ചിൻ തര മാത്രമല്ല, ഇത് അവിടെ നിന്ന് തൊട്ടു മുമ്പ് ഇത് മേഡേ എന്ന് പറഞ്ഞിരുന്നു. അതായത് പ്രശ്നമാണ്, ഞങ്ങൾക്ക് തിരിച്ച് ലാൻഡ് ചെയ്യണം എന്നുള്ളൊരു മുന്നറിയിപ്പ്. പക്ഷെ മേഡേന്നേ പറഞ്ഞുള്ളൂ. മേഡേ എന്ന് പറഞ്ഞാൽ അതെ, മേഡേ എന്ന് പറഞ്ഞാൽ നല്ല അപകടമാണ്. അതായത് അവർക്ക് അപകടം മനസ്സിലായിരുന്നു. അവർക്ക് പൈലറ്റുമാർക്ക് ഇത് കുഴപ്പമുണ്ടായി എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോക്പിറ്റിൽ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വീണ് സ്വാഭാവികമായിട്ട് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവണം, ലാൻഡ് ചെയ്യാനായിട്ട്. അത് സാധിക്കാതെ വിമാനം നേരെ താഴോട്ടേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ പൈലറ്റുമാർക്ക് അപകടം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവിക വീണ്ടും കൂടുതൽ സാധ്യത എഞ്ചിന്റെ തകരാറ് തന്നെയാണ്. എഞ്ചിൻ തകരാറോ എഞ്ചിൻ ആവശ്യത്തിനുള്ള പവർ കൊടുക്കാൻ കഴിയാതാവുമോ, അല്ലെങ്കിൽ ഫ്യൂൽ സപ്ലൈ കട്ട് ഓഫ് ആവുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്താവാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ മേഡേ കോൾ വന്നിരുന്നു ATCയിലേക്ക്. അതുപോലെ തന്നെ ഇത് ഡ്രീം ലൈനർ വിമാനമാണ്, ബോയിങ്ങിന്റെ ഏറ്റവും വിശ്വസ്തമായ. അദ്ദേഹം പറഞ്ഞതുപോലെ മുൻപ് അപകടങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട്. ലണ്ടൻ സെക്ടറിലേക്കുള്ള വിമാനം എന്ന് പറയുമ്പോൾ എയർ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിമാനം തന്നെയാണ്.